ഹായ് ഗൈസ്, ഞങ്ങൾ തിരുവരാണിക്കുളത്ത് പോവാണ് ഗൈസ്. കുറേ ആൾക്കാരുണ്ട് ഇവിടെ. ഹായ് ഗൈസ്, നമ്മളിവിടെ ബസ്സും കാത്തിക്കൊണ്ട് ബസ് ലേറ്റ് ആണ് ഗൈസ്. ഞാൻ ഓരോരുത്തരെ പരിചയപ്പെടുത്തരാം. ഇതൊരു സിസ്റ്റർ, ഇത് ഞങ്ങളുടെ ചേട്ടൻ. മാമൻ ആ ചേട്ടൻ എന്ന് പറയാൻ പറഞ്ഞു. കുറേ ആൾക്കാരുണ്ട് ഗൈസ്. അങ്ങനെ നമ്മുടെ ബസ് എത്തിയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും ബസ്സിൽ കയറിയിരുന്നു. എല്ലാവരും സാധനങ്ങളൊക്കെ എടുത്ത് ബസ്സിൽ വെച്ചിട്ട് എല്ലാവരും ഓരോരോ സീറ്റിലായിട്ട് ഇരിക്കുന്നുണ്ട്. എല്ലാവരുടെ മുഖത്തും ഭയങ്കര എക്സൈറ്റ്മെൻറ്റാണ്. കാരണം ഞങ്ങൾ ഒരുപാട് ആഗ്രഹിച്ചു പോകുന്ന ഒരു ട്രിപ്പാണിത്. കുറേ നാളുകളായിട്ട് പോകണം എന്ന് വിചാരിച്ചിങ്ങനെ ഇരിക്കുക. പക്ഷെ ഇപ്പോഴാണ് അതിനൊരു സമയം കിട്ടിയത്. അതുകൊണ്ട് ഞങ്ങൾ ഫാമിലി, അധികം പുറത്തുനിന്ന് ആൾക്കാരൊന്നുമില്ല, എന്നാലും കൂടുതൽ ഞങ്ങളുടെ ഫാമിലിയാണ് ഇത് മൊത്തം ഇരിക്കുക. അങ്ങനെ ഞങ്ങൾ ആ ട്രിപ്പിൽ എൻജോയ് ചെയ്യാൻ പോവാണ്. ഹലോ ഗൈസ്, അപ്പോൾ നമ്മളിന്ന് പോകുന്നത് തിരുവരാണിക്കുളം. എല്ലാവരും ഉണ്ട്. കുറേ നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് വിശക്കാൻ തുടങ്ങി. അപ്പം ഞങ്ങളുടെ കയ്യിലുള്ള സ്നാക്സൊക്കെ പൊട്ടിച്ചിട്ട് ഇരുന്നതൊക്കെ അവിടെ ഇരുന്ന് കഴിക്കുവാണ്. ഇന്ന് അനുവിൻ്റെ ബർത്ത്ഡേ കൂടിയാണ്. അപ്പോൾ ഞങ്ങൾ വെച്ച് 12 മണിയാകുമ്പോൾ ബസ്സിൽ ഒരു ഹാപ്പി ബർത്ത്ഡേ പാട്ടൊക്കെ ഇട്ടിട്ട് ഒന്ന് ആഘോഷിക്കാമെന്ന്. പക്ഷേ കേക്കൊന്നുമില്ല, ഒരു ക്രീം പെന്ന് വെച്ച് ആഘോഷിക്കാമെന്ന് വിചാരിച്ചു. ബസ്സിൽ ബർത്ത്ഡേക്ക് ആഘോഷിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാവരും ഭയങ്കര, ആർക്കും അറിയത്തില്ല, ഞങ്ങൾക്ക് മാത്രമേ എത്തുള്ളൂ. അപ്പോൾ എല്ലാവരും ഉറങ്ങിക്കിടന്നവരൊക്കെ ഞെട്ടിങ്ങനെ ഓണെന്ന്. അപ്പോൾ ദാടെ ഇവിടെ ഒരു ചെറുക്കനാണെങ്കിൽ 2 മണിയായിട്ട് ഉറങ്ങാതെ ഇങ്ങനെ ഇരിക്കുക. എല്ലാവരും ഉറങ്ങി, ഇവ മാത്രം ഉറങ്ങാതെ ഇങ്ങനെ ഞങ്ങളെ നോക്കിയിരിക്കുക. ഞങ്ങളൊരു 3 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് തിരുവരാണിക്കുളത്തെത്തി. ഞങ്ങളൊരു രാത്രി 10 മണിക്കൊക്കെ ഇറങ്ങിയോണ്ട് ഒരു വെളുപ്പിന് 3 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് അവിടെ എത്തി. ഓൾറെഡി നമ്മൾ കുളിച്ചിട്ടാണ് പോയത്. പക്ഷെ എല്ലാവരും ഒന്നും ഉറങ്ങിയോണ്ട് നമ്മളൊന്നും കൂടി ഫ്രഷായിട്ട് കയറാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഫ്രഷൊക്കെ ആയിട്ട് ഒരു 3:30 ആയപ്പോഴത്തേക്ക് ഞങ്ങൾ അമ്പലത്തിലേക്ക് ചെന്നു. നല്ല ഭംഗിയായിരുന്നു അവിടുത്തെ ആ ഒരു വ്യൂ കാണാൻ. അധികം ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല, എന്നാലും ഉണ്ടായിരുന്നു. തെള്ളൊന്നും ഉണ്ടാവത്തില്ല എന്നാണ് വിചാരിച്ചത്, പക്ഷെ നല്ല ക്രൗഡായിരുന്നു. എന്നാലും ഞങ്ങൾ കുറച്ച് തള്ളൊക്കെ നിന്ന് ദൈവത്തെ കണ്ട് ഇറങ്ങി. ദൈവത്തെ കണ്ടിങ്ങനെ വരുന്ന വഴിക്കാണ് ഇതുപോലെയുള്ള കുഞ്ഞു കുഞ്ഞു ദൈവങ്ങളുടെ വിഗ്രഹങ്ങൾ കണ്ടത്. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. വാങ്ങണമെന്നുണ്ടായിരുന്നു, പക്ഷെ വാങ്ങാൻ പറ്റിയില്ല. തിരുവരാണിക്കുളത്ത് നിന്ന് ഞങ്ങൾ നേരെ ആലുവ മണപ്പുറത്തെത്തി. അവിടുത്തെ ശിവക്ഷേത്രം കാണാൻ വേണ്ടിയാണ് വന്നത്. അപ്പോഴത്തേക്ക് ഈ കുളത്തിലിറങ്ങി കുളിക്കണമെന്ന് എല്ലാവർക്കും ആഗ്രഹം തോന്നി. കുളിച്ചൊന്നുമില്ല, ജസ്റ്റ് കാലും കൈയൊക്കെ കഴുകിയിട്ട് നേരെ അമ്പലത്തിലേക്ക് പോയി. ആലുവ ശിവക്ഷേത്രത്തിൽ നിന്ന് ഞങ്ങൾ നേരെ ചോറ്റാനിക്കരയിലേക്കാണ് പോയത്. അവിടെ അവിടത്തേക്ക് വരാൻ ഏകദേശം ഒരു 1.5 മണിക്കൂർ എടുത്ത്. അപ്പോഴത്തേക്ക് എല്ലാവരും വണ്ടിയിലിരുന്ന് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. ഉറങ്ങിയോണ്ട് എല്ലാവർക്കും കുളിക്കണമെന്ന് തോന്നിയിട്ട് ഞങ്ങൾ പിന്നെ അവിടെ ഒരു റൂം എടുത്ത് എല്ലാവരും കുളിച്ച് ഫുഡൊക്കെ കഴിച്ച്, വിശപ്പുണ്ടായിരുന്നു നല്ല, അതുകൊണ്ട് ഫുഡെല്ലാം കഴിച്ചിട്ടാണ് ഞങ്ങൾ അമ്പലത്തിലേക്ക് വന്നത്. അപ്പോഴത്തേക്ക് നല്ല ക്രൗഡായിട്ട് ഞങ്ങൾ ഭഗവാനെ കാണാൻ പറ്റില്ല എന്ന് വെച്ച് വെളിയിൽ നിന്ന് തൊഴുതിട്ട് ഇറങ്ങാമെന്ന് വെച്ച് ഇറങ്ങി. പിന്നെയും മനസ്സ് വരാത്തതുകൊണ്ട് വീണ്ടും കയറി ക്യൂ നിന്ന് ദൈവത്തെ കണ്ടു. സന്തോഷത്തോടെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ക്യൂ ഒക്കെ നിന്നപ്പോഴത്തേക്ക് എല്ലാവരും ക്ഷീണിച്ച് കുഴഞ്ഞ് അങ്ങനെ ഞങ്ങൾ വണ്ടി വന്ന് കയറി. ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ചോറ്റാനിക്കര എത്തിയിരിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്ത അമ്പലത്തിൽ വെച്ച് കാണാം. ഓക്കെ ബൈ. അടുത്തതായി ഞങ്ങൾ പോയത് അമ്പലപ്പുഴയിലാണ്. ഞങ്ങൾ ഒരുപാട് പ്രാവശ്യം ഇങ്ങനെ വേറെ ഏതെങ്കിലും അമ്പലത്തിൽ പോയിട്ട് അവിടെ അമ്പലപ്പുഴയിൽ വരും. പക്ഷേ ഇതേവരെ നട തുറന്ന് ഞങ്ങൾ ഭഗവാനെ കണ്ടിട്ടില്ല. അവിടെ വരുമ്പോഴത്തേക്ക് ഒന്നെങ്കിൽ നട അടച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ നമ്മൾ ലേറ്റായിട്ടുണ്ടാവും. അങ്ങനെ വെളിയിൽ നിന്ന് തൊഴുത് പോവുക ചെയ്യുക. പക്ഷേ ഇന്ന് ഞങ്ങൾ നന്നായിട്ട് അമ്പലപ്പുഴ കണ്ണനെയൊക്കെ കണ്ടു. അവിടെ നിന്ന് അമ്പലപ്പുഴയിൽ നിന്ന് നേരെ ഞങ്ങൾ ഹരിപ്പാട് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലാണ് അവിടെ വന്ന് ഗൈസ്, നമ്മളിപ്പം ഹരിപ്പാട് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലാണ്. നമ്മളോട് അനുവണ്ണം ഉണ്ട് ഇപ്പോൾ. ഗൈസ്, അനുവണ്ണ എന്താണ് അനുവണ്ണ പറയാനുള്ളത്? ഹരിപ്പാട് അമ്പലത്തെ കുറിച്ച് പറയാനുള്ളത് എന്താണ്? നിങ്ങളുടെ അഭിപ്രായം പറയൂ. അപ്പോൾ നമുക്ക് ശരിക്ക് ജനങ്ങളുണ്ട് ഇപ്പോൾ ഇവിടെ. അത്യാവശ്യം നല്ല തിരക്കുണ്ട് ഗൈസ്. നല്ലൊരു ക്ലൈമറ്റാണ് ഗൈസ് ഇപ്പോൾ ഇവിടെ ഹരിപ്പാട് അമ്പലത്തിൽ. ഇത് നമുക്ക് ഇവിടെ വെച്ച് കാണാം ഗൈസ്.
ഞങ്ങൾ വിചാരിച്ച് കുറച്ചൊന്ന് എൻജോയ് ചെയ്യാൻ. എല്ലാവരും ഡാൻസ് കളിച്ചു. ഡാൻസ് കളിച്ച് എല്ലാവരും ഒന്ന് സൈഡായപ്പോഴത്തേക്ക് ഞങ്ങൾ മണ്ണാർശാലയിലെത്തി. അങ്ങനെ ബസ്സിൽ നിന്ന് ഇറങ്ങി ഞങ്ങൾ അമ്പലത്തിലേക്ക് നടന്നു. ഞങ്ങൾ ഒരുപാട് തവണ മണ്ണാർശാലയിൽ പോയിട്ടുണ്ടെങ്കിലും മണ്ണാർശാല അമ്മയെ കാണാൻ ഞങ്ങൾ 5 പേരും ഇതുവരെ മണ്ണാർശാല അമ്മയെ കണ്ടിട്ടില്ല. ഞങ്ങൾ കസിൻസ് 5 പേരും മണ്ണാർശാല അമ്മയെ കണ്ടിട്ടില്ല. പക്ഷേ ഇന്നലെ ഞങ്ങൾക്ക് അത് കാണാനുള്ളൊരു ഭാഗ്യം കിട്ടി. മണ്ണാർശാലയിൽ നിന്ന് ഞങ്ങൾ നേരെ ഓച്ചിറയിലേക്ക് വന്നു. ഓച്ചിറയാണ് ഞങ്ങളുടെ ലാസ്റ്റ് സ്പോട്ട്. അങ്ങനെ ഒരു 10 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ഞങ്ങൾ ഓച്ചിറയിലെത്തി. അപ്പോഴാണ് ഇതാ ഇങ്ങനെ കാളയുടെ ദേഹത്ത് ദൈവത്തെ വെച്ചിട്ട് ഇങ്ങനെ എല്ലാവരും തൊട്ടുവിടുന്നു, ദക്ഷിണയൊക്കെ വെച്ചിട്ട് നന്ദി അങ്ങനെ എന്തോ ഒരു സങ്കല്പമാണ്. അങ്ങനെ ഞങ്ങൾക്കും തൊട്ടുവിടണമെന്ന് തോന്നിയിട്ട് ഞങ്ങളും തൊട്ടുവെഴുതു. ഞങ്ങളെല്ലാവരും തൊട്ടുവെഴുന്ന് കണ്ടപ്പോഴത്തേക്ക് ഞങ്ങളുടെ ചിന്നപ്പൻ ചേച്ചിയുടെ മോൻ അവനും തൊടണമെന്ന് തോന്നിയിട്ട് അവനെ തൊടിക്കാമെന്ന് വെച്ചു. ആദ്യമൊക്കെ അവന് ചെറിയൊരു പേടിയായിരുന്നു. പിന്നെ തൊട്ടപ്പോഴത്തേക്ക് അവൻ ഭയങ്കര രോമാഞ്ച പുളകിതനായിട്ട് ഇത് ചിരിക്കുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ എന്താ പറയുക അമ്പലത്തിന് ചുറ്റും നടന്ന് അവിടുത്തെ വ്യൂ ഒക്കെ കണ്ടു, പ്രാർത്ഥിച്ചിട്ടൊക്കെ അവിടുന്ന് ഇറങ്ങി. അങ്ങനെ ഞങ്ങൾ തിരിച്ച് ബസ്സിൽ കയറി. ഒരു 11 മണിയൊക്കെ ആയപ്പോഴത്തേക്കും നമ്മളിതാ വീട്ടിലെത്താറായിട്ടുണ്ട്. അങ്ങനെ എല്ലാവരോടും ടാറ്റ പറഞ്ഞ് ഞങ്ങൾ ബസ്സിൽ നിന്ന് ഇറങ്ങുകയാണ്. അങ്ങനെ ഒരു 11 മണിയായപ്പോൾ ഞങ്ങൾ വീട്ടിലെത്തി. എല്ലാവരും ബസ്സിൽ നിന്ന് ഇറങ്ങി അവരവരുടെ വീട്ടിലേക്ക് പോയി. ഇതോടുകൂടി ഞങ്ങൾ ട്രിപ്പ് ഇവിടെ അവസാനിക്കുകയാണ്. ഞങ്ങളുടെ വ്ളോഗ് ഞങ്ങളിവിടെ അവസാനിപ്പിക്കുകയാണ്. എല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.